എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മൾ ആ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ നാളായി. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ പറയുന്നത് വീഡിയോ ഒക്കെ ഇടുക, കുറേ ട്രിപ്പൊക്കെ പോകുന്നതല്ലേ പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു വീഡിയോ ഇടാനുള്ള പ്ലാനിൽ ആണ് നിൽക്കണേ. നമ്മൾ കോയമ്പത്തൂർക്ക് ട്രിപ്പ് പോകണേ. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ടെമ്പോ ട്രാവലർ സീറ്റൊക്കെ അഴിച്ചിട്ട് ഒരു വീട് ഷിഫ്റ്റിങ്ങാണ്, ചെറിയൊരു വീട് ഷിഫ്റ്റിങ്ങാണ് കോയമ്പത്തൂർക്കാണ്. അപ്പോൾ അത് പോണ വഴിയാണ്. കണ്ടോ, ടെമ്പോ ട്രാവലറിൻ്റെ സീറ്റൊക്കെ അഴിച്ചിട്ട് ഞങ്ങൾ എന്ത് സാധനങ്ങളൊക്കെ കയറ്റേക്കണം. ആൾക്കാരും ഇല്ല, അവരൊക്കെ കാറിന് പോയി. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് കോയമ്പത്തൂർക്ക് പോണ വീഡിയോ നമ്മളിപ്പോൾ ഇടാൻ പോണേ. അപ്പോൾ അത് എങ്ങനെയുണ്ട് നോക്കിയിട്ട് പറ. ഇന്നലെ രാത്രി ഫുള്ള് ഉറക്കൊളിച്ചായതുകൊണ്ട് കണ്ണൊക്കെ ഇരിക്കുന്നുണ്ടോ. പിന്നെ ഈ പറഞ്ഞ മാതിരി അവിടെ നമ്മൾ ഈ സാധനം കയറ്റാൻ പോയെടുത്ത് അവിടെ വണ്ടികൾ ഭയങ്കര ട്രാഫിക്. അപ്പോൾ പകല കയറ്റാൻ പറ്റില്ല. അപ്പോൾ രാത്രി ഞങ്ങൾ വെളുപ്പിന് 3 മണിക്കാണ് ഇത് കയറ്റുന്നത് അവിടെ നിന്ന്. അപ്പോൾ അത് കയറ്റിയിട്ട് വെളുപ്പിന് 3 മണിക്ക് കയറ്റിയിട്ട് സിറ്റിയൊക്കെ കിടക്കുമ്പോൾ രാവിലെ 8 മണി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ കോയമ്പത്തൂർക്കുള്ള യാത്രയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നോക്കാം നമുക്ക്. ഈ ഇലക്ട്രോണിക് സിറ്റി ഫ്ലൈ ഓവർ ശരിക്കും 9 കിലോമീറ്ററാണ്. 50 രൂപ ടോള് കൊടുത്താലും കുഴപ്പമില്ല. ട്രാഫിക് ഫുള്ള് അവോയ്ഡ് ചെയ്തിട്ട് സിറ്റി കൊണ്ട് കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് നമുക്ക് അപ്പുറത്ത് പോയി നിൽക്കാം. ഒരു 9 കിലോമീറ്റർ ട്രാഫിക്കില്ലാതെ പോവാം. സിറ്റി എന്ന് വെച്ചാൽ ഫുള്ള് സിറ്റി ആയിട്ട് കവർ ചെയ്യുന്നല്ല. നമ്മൾ ശരിക്കും മടിവാള സൈഡിൽ നിന്ന് വരുമ്പോൾ ഇലക്ട്രോണിക് സിറ്റി വരെയുള്ള ട്രാഫിക് കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് നമുക്ക് അപ്പുറത്ത് പോയി പോകാൻ പറ്റും. ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. അതാണ് അല്ല, ഇവിടെ ഈ സൈഡിൽ വർക്ക് 1 മാസമായി ഇവിടെ വർക്ക് നടന്നു തുടങ്ങിയിട്ട്. ഒരു ലൈനായിട്ട് അപ്പുറത്തോടെ വിടുന്നത്. അവിടം വരെ ജാമെന്നാണ്, താഴെ കൂടെ പോയിരുന്നു. അങ്ങനെ 9 കിലോമീറ്റർ ഫ്ലൈ ഓവർ ഇവിടെ അവസാനിപ്പിക്കണം. ഇവിടെ നമ്മുടെ ഫാസ്റ്റാഗല്ലേ നടക്ക് പോലെ. ഫാസ്റ്റാഗ് ഉള്ളവരുണ്ട്. അധികം ബ്ലോക്ക് ചെയ്യപ്പെടേണ്ട ആവശ്യമില്ല. ടൂ വീലർ രാവിലെ ഈ ടൈം ആയതുകൊണ്ട് എന്ത് ബിസിയല്ല. ഇലക്ട്രോണിക് സിറ്റി അവിടെ ജോലിക്ക് പോകുന്ന ആൾക്കാരായിരിക്കും. ഇപ്പം ഞങ്ങൾ അത്തിപ്പല എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു. ഇപ്പോൾ തമിഴ്നാട് ബോർഡറിൽ നമ്മൾ ക്രോസ് ചെയ്യാൻ നിൽക്കണം. ഹൊസൂർ എന്ന് പറയുന്ന സ്ഥലമാണ് തമിഴ്നാടിൻ്റെ ബോർഡർ. അപ്പോൾ അവിടെ പാസ് കാണിക്കേണ്ടവരടിക്കും. ഇവിടെ ആയിരുന്നു ആദ്യം കർണാടകയുടെ ഫുള്ള് പാസ് കാണിച്ചിട്ട് എൻട്രി ചെയ്യാനുള്ള കൗണ്ടർ. ഇപ്പോൾ കർണാടകയിലേക്ക് ഫുള്ള് ഫ്രീ വിട്ടേക്കായതുകൊണ്ട് ഇപ്പോൾ അവിടെ ആരുമില്ല. ഇതാണ് ബോർഡർ. ഈ കാണുന്നതാണ് ബോർഡർ, കർണാടക തമിഴ്നാട് ബോർഡർ. ഇവിടെ പാസ് ചോദിക്കുമെന്ന് നോക്കാം. കേട്ടോ, ഇവിടെ ആൾക്കാരൊക്കെ ഇപ്പോഴും ബസ്സുകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാത്ത കാരണമുണ്ട്. ഇവിടെ ബോർഡറിൽ ഇറങ്ങി നമ്മൾ അപ്പുറത്ത് കടന്നാൽ മാത്രമേ നമുക്ക് തമിഴ്നാടിൻ്റെ ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ കർണാടകയുടെ ബസ് ഇപ്പുറത്തും തമിഴ്നാടിൻ്റെ ബസ്സുകൾ അപ്പുറത്തും നടന്ന് ക്രോസ് ചെയ്യണം. ഇതാണ് ബോർഡർ. പാസ് വേണമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. പോലീസുകാർ ചോദിക്കുമെന്ന് നോക്കാം പാസ്. ആൾക്കാർ മുഴുവൻ നടന്നു പോകണില്ല, പാസ് ചോദിക്കുന്നുണ്ട്. വേണം പോവാ, പാസ് ചോദിക്കണമെന്നാണ്. നേരെ വിട്ടടിച്ച് പോവാം. പാസ് ചോദിച്ചില്ല, പാസ് വേണ്ട. ആൾക്കാരെ നടന്നു കയറണുണ്ടോ? ഇതെല്ലാം തമിഴ്നാടിൻ്റെ ബസ്. ഇതാണിപ്പോൾ ഹൊസൂര്. ഇപ്പം ഞങ്ങൾ തമിഴ്നാട് ചെക്ക് പോസ്റ്റിൽ എടുത്തേക്കാം വണ്ടി. തമിഴ്നാട് ചെക്ക് പോസ്റ്റിൽ ഇവിടെ ടാക്സി വണ്ടി നമ്മൾ വേറെ സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ, കർണാടക വണ്ടി തമിഴ്നാട്ടിലേക്കും കേരളത്തിലേക്കും പോകുമ്പോൾ ഞങ്ങൾ ടാക്സ് കെട്ടണം. ടാക്സിക്കാർ ഇപ്പോൾ ടെമ്പോ ട്രാവൽ, ഇപ്പോൾ ഞങ്ങൾ ടെമ്പോ ട്രാവൽ ഉണ്ടോ, ഒരു 1500 തമിഴ്നാട് പെർമിറ്റ്. കേരളത്തിലേക്ക് പറഞ്ഞാൽ 4000 രൂപ. ഇപ്പോൾ അവിടെ ചെക്ക് പോസ്റ്റ് കെട്ടാൻ പോയേക്കണം, അവിടെ പെർമിറ്റ് കിട്ടാനായിട്ട്. അവിടെ ചെക്ക് പോസ്റ്റ്
ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ധാബ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുളിക്കാൻ വേണ്ടിയിട്ട്. കാരണം വെച്ചാൽ രാവിലെ 4 മണിക്ക് ഞങ്ങൾ ഈ ലോഡ് കയറാനായിട്ട് ചെന്നു. കാരണം പകലവിടെ കയറ്റാൻ പറ്റില്ല, കാരണം ഫുള്ള് ട്രാഫിക്കാണ്, ചെറിയ റോഡ്. അപ്പോൾ കംപ്ലീറ്റ് 2 വീലറിൻ്റെ ശല്യമുള്ള കാരണം രാത്രി മാത്രമേ ഈ സാധനം കയറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ വെളുപ്പിന് 4 മണിക്ക് വണ്ടി കൊണ്ട് ഇന്ന് ഇതെല്ലാം കയറ്റി 8 മണി 8:30 കഴിഞ്ഞു സിറ്റിയിൽ നിന്ന് പുറത്തേക്ക് കിടക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് കുളിച്ചിട്ടില്ല, പല്ല് തേച്ചിട്ടില്ല. സമയം ഇപ്പോൾ 9:30 കഴിഞ്ഞു. അപ്പോൾ ഏതെങ്കിലും ഒരു ധാബയിൽ കയറിയിട്ട് കുളിച്ച് ഫ്രഷ് ആവാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഏതെങ്കിലും ധാബ നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾക്കൊരു ധാബ കിട്ടി. എന്താണ് പേര്? രാജസ്ഥാൻ പഞ്ചാബി ധാബ. ഇവിടെ കുളിക്കാനുള്ള സൗകര്യം ബാക്കിൽ കാണണം, കാരണം ലോറികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ധാബകളിൽ പിന്നെ അങ്ങനെ ഒരു സൗകര്യം ഉണ്ടാവും, കുളിക്കാനായിട്ടുള്ള ഒരു ടാങ്കൊക്കെ കെട്ടിയിട്ടിട്ട് അവിടെ കുളിക്കാൻ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഒരു കുളിയൊക്കെ കുളിച്ചിട്ട് അതൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങാം. ഞങ്ങൾ കുളിക്കാനായിട്ട് പോകുമ്പോഴേക്കും വേറൊരു ഫാമിലിക്കാർ വന്ന് അവിടെ കുളി തുടങ്ങി. ഇനി അവന്മാർ പോകണം. ബോംബെയിൽ നിന്ന് മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന വണ്ടിക്കാരനുള്ളത്, മഹാരാഷ്ട്ര. ഇനി അവന്മാരെ കുളി തന്നെയാണ് നമുക്ക് കുളിക്കാനായിട്ട്. പാട്ടുകൊണ്ട് പല്ല് വെച്ചു, പക്ഷെ കുളി നമ്മൾ ക്യാൻസൽ ചെയ്തു. കാരണം വെച്ചല്ലേ, കണ്ടില്ലേ, ഇതാണ് അംഗം. എല്ലാം മഹാരാഷ്ട്ര വണ്ടികളാരെ വന്ന് നിൽക്കണേ. സംഗതി ഫാമിലികളൊക്കെയാണ്. നമുക്ക് വേറെ ഏതെങ്കിലും നല്ല സ്ഥലം നോക്കിയിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു, ക്യാൻസൽ ചെയ്തു. ഇവിടെ കുളിക്കുകയാണെങ്കിൽ കുളിക്കണില്ല, ഇവിടെ ഭക്ഷണം കഴിച്ച് പോവാം. കുളി വേറെ സ്ഥലത്ത്. ഇതാണ് ധാബയുടെ ഒരു സ്റ്റൈല്. ഞങ്ങൾ ധാബയിൽ ഇവിടെ വന്നിട്ട് നോക്കി ഇതിനോടത്ത് റൊട്ടി, എന്താണ് ഡാൾക്കീമയും പറഞ്ഞിട്ടുണ്ട് ഓർഡർ. പിന്നെ നാടൻ കോഴിയും വൈറ്റ് റൈസും പറഞ്ഞിട്ടുണ്ട്, അതിപ്പോൾ വരും. റൊട്ടി എഗ് കീമ കഴിച്ചു. പിന്നെ ഞങ്ങൾ ആദ്യം നാടൻ ചിക്കൻ ഓർഡർ ചെയ്തത്, പക്ഷേ നാടൻ ചിക്കൻ കഴിഞ്ഞു. പിന്നെ കാട ഫ്രൈയും റൈസും ഇത് കഴിഞ്ഞു. ഇപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞാൽ നേരെ പോകണം നമ്മൾ. അങ്ങനെ ഞങ്ങൾ ഫുഡെടുത്ത് കഴിഞ്ഞു, ഞങ്ങളുടെ ഭക്ഷണം കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ ഇവിടെ വേണ്ട മധ്യപ്രദേശിൽ നിന്ന് വന്ന ആൾക്കാരാ. മധ്യപ്രദേശ് ടു കേരള. ധാബ ഒരു സംഭവം തന്നെയാണ്, കുളിക്കാനും എല്ലാത്തിനും സൗകര്യമുണ്ട്. മധ്യപ്രദേശിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന വണ്ടികൾ കണ്ട. ഇങ്ങനെ വണ്ടി സമ്മതിക്കണം കേട്ടോ. പിള്ളേരും ഈ ലേഡീസൊക്കെ ആയിട്ട് ഈ വണ്ടിക്കകത്ത് കുത്തിയിരുന്ന് വരാമെന്ന് വെച്ചാൽ സംഭവം തന്നെ ഭയങ്കരം. അപ്പം ഞങ്ങളിവിടുന്ന് വിടണം. ഇനിയിപ്പോൾ നമ്മൾ കുളിക്കാൻ വേറൊരു സ്ഥലം നോക്കണേ, ഇവിടെ തന്നെ കുളിക്കണില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ നാളെ ഇടാം. ഇന്നതോട് നിർത്തണേ. അപ്പോൾ ശരി, ഓക്കെ.